ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവസഭയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ അഭിവാദനങ്ങൾ ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ പൊന്നുനാമം നമ്മുടെ ജീവിതത്തിൽ മഹത്വമെടുപ്പാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥനയോട് ദൈവവചന കേൾവിയുടെ മുൻപാകെ നമുക്കായിരിക്കാം. കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായി ദയവായി നിങ്ങളുടെ ഹൃദയവും കാതും ഒരുപോലെ ദൈവവചന കേൾവിയുടെ മുൻപാകെ തുറന്നിരിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവ് വിശ്വാസം പ്രാപിക്കുന്നു. 2 പത്രോസിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം അതിന് ആധാരമായി നമ്മൾ വായിക്കുകയാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് ഹൃദയത്തിനകത്ത് നൽകിയ ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് വിശ്വാസം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വായിച്ച തിരുവചന ഭാഗത്തെ ദൈവസ്ഥാനിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളോട് സംവാദിച്ചുകൊണ്ടേയിരിക്കണം. ദൈവാത്മാവിൻ്റെ ഞങ്ങളുടെ മേലുള്ള ഡയറക്ഷൻ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ യഹോവ ഞങ്ങളെ ഇടയാക്കും, അനുഗ്രഹിക്കുമാറാകും. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, അടിയനെ ദൈവകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയൻ വായി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും പ്രസ്താവിക്കാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ അടിയന്റെ മേൽ നൽകണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവേ, പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണം. യേശു കർത്താവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കുന്ന തിരുവചന ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം, ആമേൻ, ഹല്ലേലൂയ, വളരെ വ്യക്തമായി ദൈവവചനം വായിച്ചും ധ്യാനിച്ചും പഠിച്ചും പോകേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ആമേൻ, നമ്മുടെ മേലുള്ള ഒരു ദൈവിക നിയോഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ സഭയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഒരിക്കൽ എൻ്റെ സ്നേഹിതനായിരുന്ന ഒരു ദൈവദാസനോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററിന്റെ മേലുള്ളതായ ദർശനം എന്താണ്, അങ്ങയുടെ ലക്ഷ്യം എന്താണ്? എന്നോട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്തോ പ്രത്യേകിച്ച് ലക്ഷ്യമാണ്, അങ്ങനെ എന്തോ ദർശനമാണെന്ന് ചോദിച്ചു. മക്കളെ, ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ ഇനി എന്നോട് ഒരുമിച്ചൊന്ന് വരണേ. ഇത് ഞാൻ ആഗ്രഹിച്ചത്, അവൻ എല്ലാവരും നമ്മുടെ സഭയിലുള്ള പറയണം. ഒത്തിരി പേര് ഇന്നില്ലല്ലോ, അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ പദ്ധതി പോലെ നടക്കേണ്ട കാര്യങ്ങൾ ദൈവാത്മാവ് എനിക്ക് ഹൃദയത്തിൽ ആ ആത്മപ്രേരണ നൽകിയത് ഇന്ന് ആയതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിൻ്റെ തുടർമാനം ഇന്ന് തീർന്നില്ലെങ്കിൽ അടുത്ത ആഴ്ചകൾ ഉണ്ടായിരിക്കും. വളരെ ശ്രദ്ധയോട് കേട്ട് ഇരിക്കണം. ആമേൻ. നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള മക്കളെ കുറിച്ച് നമുക്ക് ഒരു പദ്ധതികളുണ്ട്, ഇല്ലേ? കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവരുടെ അഭിരുചികളൊക്കെ കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട്, ആ മോനെ ഇന്നതിനെ വിടണം, മോളെ ഇന്നതിന് വിടണം, അവൾക്ക് അതിനാണ് പ്രത്യേകിച്ച് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയാറുണ്ട്. ആമേൻ. ലോകപ്രകാരമുള്ള മാതാപിതാക്കന്മാരായ നമുക്ക് നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവരെ നമ്മൾ വീക്ഷിക്കുമ്പോൾ, അവരെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത്തരത്തിൽ അവരെ കുറിച്ച് അവൻ ഹാലലി പറയാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹെവൻലി ഫാദർ, നമ്മുടെ സ്വർഗീയ പിതാവ്, ആമേൻ, സ്തോത്രം, നമ്മെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ വിളിച്ചു വേദരിച്ച, നമ്മെ ദൈവമക്കളാക്കി തീർത്ത് പുത്രത്വത്തിന്റെ പദവിയിലേക്ക് നമ്മളെ ഉയർത്തിയതായ അവൻ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് ഒരു ഭാഗം നിങ്ങൾ എന്നോട് ഒരുമിച്ച് വന്ന് വചനം അല്പമേ നിങ്ങൾ കേട്ടുള്ളെങ്കിലും അത് നന്നായി പഠിച്ചു വേണം പോകാൻ. യിരെമ്യാ പ്രവചന പുസ്തകം 29-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം ഒന്നെടുത്ത്. യിരെമ്യാ പ്രവചനം: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇംഗ്ലീഷുള്ള കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിലോട്ട് നിർത്തേ. ഇനി ഞാൻ മറ്റൊരു മലയാളം വേർഷൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. മക്കളെ, എല്ലാവരും ഒരുമിച്ച് വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്, നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നാണ് അവിടെ കർത്താവിന്റെ വചനം പറയുന്നത്, അല്ലേ? നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട് എന്ന് മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. ഇനി ആ പ്ലാനിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴാണ്, നാം ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? ധന്യനായ പത്രോസ് ശ്ലീഹ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലൂടെ പറയും, സഹോദരന്മാരെ എന്ന് മാത്രമല്ല സഹോദരിമാരെ കൂടിയാണ് മൊത്തത്തിൽ അഭിസംബോധന ചെയ്യാം. നിങ്ങളുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ച വിളിയെ കുറിച്ച് ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഇടയാച്ചത്, അതിന് ഞാൻ ആവർത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ വിളിയിലേക്ക് നാം എത്തപ്പെട്ടു. അങ്ങനെ നമ്മൾ ദൈവകൃപയിലേക്ക് വന്ന് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. ആമേൻ, ഹല്ലേലൂയ. ഇനിയും തെരഞ്ഞെടുത്ത നമ്മൾ ഇപ്പോഴെവിടാ? നമ്മൾ എവിടെ നട്ടിരിക്കുന്നത്? ദൈവം നട്ടത് മക്കളെ ഇവിടെ ഉണ്ടാകണം. നമ്മളെ നട്ടത് എവിടെയാ? സഭയാം തോട്ടത്തിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. കേട്ടോ, സഭയാം തോട്ടത്തിൽ നമ്മൾ നട്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ സഭയാം തോട്ടത്തിലാണ് വചനം പഠിച്ച് നമ്മൾ ആത്മാവിൽ കുറച്ചേറെ നമ്മൾ ശുശ്രൂഷിച്ചു, ഒരു ഏകദേശം 20 മിനിറ്റ് അല്ലേ? ഇനി നമ്മൾ വചനത്തിന്റെ ആഴങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു പോണം. ആമേൻ. സഭയാം തോട്ടത്തില എന്നെയും നിങ്ങളെ നട്ടിരിക്കുന്നത്. ഈ തോട്ടത്തിൽ നട്ടിരിക്കുന്ന എന്നെ കുറിച്ച് ദൈവം പറയുക, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ. നമ്മളായിരുന്ന പഴയ പാരമ്പര്യത്തിൽ നിന്നും പഴയ പശ്ചാത്തലത്തിൽ നിന്നും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് സഭയാം തോട്ടത്തിനകത്ത് കൊണ്ട് നട്ടെങ്കിൽ, നട്ട ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട് ആ നട്ടതിന്റെ പുറകില്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർക്ക് സന്തോഷമാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ സഭയ്ക്ക് നിറഞ്ഞ് സഭയ്ക്കകത്ത് ഇരിക്കണമെന്നുള്ളത്. നിങ്ങൾ എന്നും ഇരിക്കണമെന്നല്ല യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു നല്ല ശുശ്രൂഷകൻ ഒരിക്കലും തൻ്റെ ജനം എന്നും തൻ്റെ മുമ്പിൽ ഇരുന്ന് കാലം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ജനത്തെ ദൈവം വിളിച്ചത് ദൈവത്തിന് പ്രത്യേകമായി പർപ്പസിലാണെങ്കിൽ, ജനത്തെ ദൈവം കൊണ്ട് നട്ടത് സഭയാം തോട്ടത്തിലാണെങ്കിൽ, ആ തോട്ടത്തിൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ടാണ് നിൽക്കേണ്ടത്. ഇന്ന് പലരും സഭയാം തോട്ടത്തിലാണ്, എന്താ ജീവിതത്തിൽ ഒരിക്കലും ഫലം കായ്ക്കാത്ത അവസ്ഥയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഫലം ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ഒരു ചവിട്ടി താഴ്ത്തി അവൻ മുളയിലെ നുള്ളി വെട്ടി കളയുന്ന ഒത്തിരി തലകള് പലരുടെയും ജീവിതത്തിൽ അനുഭവമായി കൈപ്പറിയ അനുഭവങ്ങൾ പറയാൻ കാണാം. പ്രിയപ്പെട്ടവരെ, ഏതൊരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നട്ടതും തങ്ങൾ വെള്ളമൊഴിക്കുന്നതുമായ ആ വിത്ത് അത് മുളപൊട്ടി പുറത്തു വരുന്ന
അത് ഫലം കായ്ക്കുന്ന കാണുമ്പോഴാ സന്തോഷം. അതാണ് യഥാർത്ഥ ശുശ്രൂഷകര്. ഹല്ലേലൂയ, ആമേൻ. ശുശ്രൂഷ മുഴുവൻ എന്റേതാണെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു വെക്കാൻ അടുത്തൊരു ജനറേഷൻ ഉണ്ടാകത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. നമ്മൾ ചില കാര്യങ്ങൾ വായിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വായിച്ചേ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ. ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അത് മാത്രം അവിടെ നിൽക്കട്ടെ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. അവൻ നമ്മളെ ദൈവയുടെ കൊണ്ടാക്കി വെച്ചേക്കുന്നത് സഭയാം തോട്ടത്തിൽ ദൈവത്തിന്റെ സഭയെ കുറിച്ച് അവൻ തിരുവചനത്തിൽ വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് 1-2 പദം കൂടെ വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചു നോക്കിയേ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേ. 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഓരോരുത്തരെ നിയമിക്കുകയും, ആ പദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും, പ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഒരു വാക്യം കൂടെ വായിക്കും. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച്. എഫേസ്യർ 4 chapter 4 verses 11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഈ പദത്തിൽ വിശേഷാൽ അവൻ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലും എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലും ഈ വാക്യം പറയുകയാണ്. സഭയിൽ അവൻ ചിലരെ, ഒന്നാമത് അപ്പോസ്തലന്മാരായും, രണ്ടാമത് പ്രവാചകന്മാരായും, മൂന്നാമത് ഇടയന്മാരായും. എന്നാൽ ആ ഘടനയ്ക്ക് അല്പം വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് അവൻ ഇവിടെ എഫേസ്യ ലേഖനം നമ്മൾ കണ്ടത്. അവൻ സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാകുമ്പോൾ തന്നെ നിത്യതയിലെ നിങ്ങളെ കണ്ട് വിളിച്ചു വേർതിരിച്ച ദൈവം നിങ്ങളുടെ മേലുള്ള സ്വർഗീയ വിളിയെയും അവൻ അപ്പോൾ തന്നെ വിശുദ്ധ വിളിയെയും നിങ്ങളുടെ മേൽ പകർന്ന ദൈവം നിങ്ങളുടെ മേൽ ഒരു അപ്പോയിന്റ്മെന്റ് നൽകിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ബോധ്യമാകുന്നില്ലെന്നുള്ള വാസ്തവം ഇല്ലേ? നിങ്ങൾ വചനം നന്നായിട്ട് പഠിച്ചു പോകണം. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും, മറ്റു ചിലരെ പ്രവാചകന്മാരായും, മറ്റു ചിലരെ സുവിശേഷകരായും, മറ്റു ചിലരെ ഇടയന്മാരായും, മറ്റു ചില ഉപദേഷ്ടകന്മാരായും അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു. ഇത്രയും മനസ്സിലായോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 54-ാമത്തെ വാക്യം പറയാണ്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി തന്റെ സഭയോട് ചേർത്തു. അപ്പൊ സഭയോട് ചേർത്തതാരാ? സഭയാം മുന്തിരിത്തോട്ടത്തിലേക്ക് നമ്മളെ ചേർത്ത ദൈവമല്ലേ? ആ ചേർത്ത ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതി ഉണ്ടെന്നല്ലേ നമ്മൾ യിരെമ്യാവിന്റെ പുസ്തകം 29:11 പറഞ്ഞത്. ആമേൻ. ഇപ്പോൾ നമ്മൾ പറയാണ് അവൻ സഭയിൽ ചിലരെ, ഇപ്പൊ സഭയ്ക്കകത്ത് ഉള്ളവരെയാണ് അവൻ ഈ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ സഭയ്ക്കകത്തുള്ള എനിക്ക് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പാടില്ലേ? പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനും നിങ്ങളും നമ്മുടെ മേലുള്ള വിളി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനു വേണ്ടിയാണ്? ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി? കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയണം, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? വ്യത്യസ്തമായ ശുശ്രൂഷകന്മാരെ കുറിച്ച് നമ്മളിവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഹല്ലേലൂയ, സ്തോത്രം, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ ഒക്കെ വ്യത്യസ്തമായ ശുശ്രൂഷകള്. അപ്പൊ വ്യത്യസ്തമായ ശുശ്രൂഷ ഉണ്ടെന്ന് മനസ്സിലായോ?
ഹലോ, വ്യത്യസ്തമായ ശുശ്രൂഷകളുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം നൽകിയതാരാ? ആ വാക്യമായില്ലേ? ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. കർത്താവ് ഒരുവൻ. അടുത്തത്, വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട് ഉണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഈ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്, സഹോദരന്മാരെ, കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാ. നിർഭാഗ്യവശാൽ ഇന്ന് പല ക്രൈസ്തവ സഹോദരങ്ങൾക്കും, എന്തിനേറെ പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനം പ്രാപിച്ച പല ദൈവജനത്തിനും അവൻ ഈ തിരിച്ചറിവ് ബോധമില്ല. അവർ രക്ഷിക്കപ്പെട്ടപ്പോഴും പായലിരിക്കും, അവൻ ഹല്ലേലൂയ സ്തോത്രം വാർദ്ധക്യത്തെത്തുമ്പോഴും പായയിരിക്കും. അവരങ്ങനെ ഇരിക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ആഗ്രഹം. മക്കളെ, ഇത് മനുഷ്യന്റെ ചിന്തയാണ്. ദൈവത്തിന്റെ ചിന്ത അതല്ല. ദൈവത്തിന്റെ ചിന്ത അതല്ല. ദൈവം എന്നെയും നിങ്ങളെയും എല്ലാം പ്രത്യേകമായി ദൗത്യം നൽകി അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചവരാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ അത് വ്യത്യസ്തമായിരിക്കും. എല്ലാവരും പുൽപ്പറ്റി നിൽക്കത്തില്ല. അങ്ങനെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ചിലരെ എന്ന പദമാണ്. അവൻ എല്ലാവരെയും ഇടയന്മാരാക്കി നിർത്തുമെന്ന് എഴുതിയിരിക്കുന്നത് അല്ല, അവൻ ചിലരെ. അപ്പൊ ചിലരെ 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 എന്ന് പറഞ്ഞേക്കുന്നത്, ഇതിനകത്തൊക്കെ ഒരു കാറ്റഗറിക്ക് പല ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം നൽകുന്നവൻ ഒരുവൻ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നൽകുന്ന ദൈവം, ആ എല്ലാവരിലും എന്നെ കണ്ടിട്ടില്ലേ, നിങ്ങളെ കണ്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീപ്പായിട്ട് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോട് കേൾക്കുക. നമ്മളെ കുറിച്ചുള്ള ദൈവവിളി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമായി തീരണം. നിങ്ങളെ കുറിച്ചുള്ള ദൈവവിളി, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവം നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ ആത്മാവിൽ അതിനെ വിവേചിച്ച് ആ ശുശ്രൂഷയുടെ കോളിംഗ് നിങ്ങളുടെ മേലുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇടയായിത്തീരും. ആ ഒരു കോളിംഗിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ശുശ്രൂഷ ദൈവദാസന്മാരെ ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. യവനാവ് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ സഭയില് അവൻ ശുശ്രൂഷകൾക്കൊക്കെ സഹോദരങ്ങൾക്ക് തന്നെ സഭയും വേർതിരിച്ച് എഴുന്നേറ്റ് നിന്ന വചനം കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായതുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് അവൻ എന്നെ ഉപയോഗിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യവും നല്ല തിരിച്ചറിവ് ബോധമുണ്ട്. എന്നിട്ടും ഞാൻ ആ സമയമൊന്നും വിനിയോഗിക്കാതെ ഞാൻ നിങ്ങളുടെ മേൽ ആ ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ നൽകുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ മേലുള്ള കോളിങ് നിങ്ങൾ തിരിച്ചറിയണം. ഒന്നാമത്, അവൻ സഭയിൽ എത്ര ശുശ്രൂഷയുണ്ട്? ഇവിടെ പേര് പറഞ്ഞ ശുശ്രൂഷ എത്ര ഉണ്ട്? അവൻ അപ്പോയിന്റ്മെന്റ് ചെയ്തത് എവിടെയാ? സഭയില. സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഹല്ലേലൂയ. അടുത്തത് ആമേൻ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാന്മാർ. 5 വിധ ശുശ്രൂഷ സഭയ്ക്കകത്ത്. എത്ര ശുശ്രൂഷയുണ്ട്? 5 മിനിസ്ട്രി സഭയ്ക്കകത്ത് വെളിപ്പെടണം. മനസ്സിലായോ? 5 വിധ ശുശ്രൂഷ സഭയ്ക്കകത്ത് വിടും. ഇതെല്ലാം പാസ്സാണ് ചെയ്യേണ്ടത്. അവൻ ചില്ലറെ 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 എന്ന് പറയുമ്പോ ആ ചില്ലർക്കകത്ത് ഞാൻ വരത്തില്ലേ? നിങ്ങൾ വരത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഒന്നാമത് ഞാനത് എന്തിനാ പറയുന്നത് ചോദിച്ചേ? 1-2 ഭാഗം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ തന്നെ ഒന്ന് വന്നേ. എന്തിനാ അത് ചെയ്യുന്നത്? എഫേസ്യ 2:20 നോക്കിയേ. 2:20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവിടെ ശ്രദ്ധയോട് കേട്ടെ. സഭയുടെ മൂലക്കല്ല്, സഭ ഒരാത്മീയ ഗ്രഹം എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ആത്മീയ ഗ്രഹത്തിന്റെ എന്ന് വെച്ചാൽ ഞാൻ ഒരാത്മീയ ഗ്രഹമാണ്. ദൈവമക്കൾ ഒരാത്മീയ ഗ്രഹമാണ്. ആത്മീയ ഗ്രഹത്തിന്റെ മൂലക്കല്ല്, അടിസ്ഥാന കല്ല്, അത് മറ്റാരുമല്ല, ഭാര്യയല്ല, ഭർത്താവല്ല, കൊച്ചുങ്ങളല്ല, അത് കർത്താവ്, യേശു കർത്താവ്. ആ കല്ലിന് മീതെ ദൈവം തന്റെ സഭയെ പണിയുന്നത് അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും. ബാക്കി ഒന്ന് വായിച്ചു നോക്കിയേ. 2:20.
മൂലക്കല്ലായിരിക്കെ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പൊ നോക്കിയ, യേശു എന്ന മൂലക്കല്ലിനെ കുറിച്ച് പറഞ്ഞു, യേശു എന്ന അടിസ്ഥാന കല്ലിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ഇനി അടിസ്ഥാന കല്ലുകളുണ്ട് ഇല്ലേ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ശുശ്രൂഷയെ കുറിച്ച് പറയാൻ പോവാണ്. എന്താ ദൗത്യം എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ എത്ര പേരുണ്ട്? ദയവായിട്ട് കേട്ട് പോകണം, പഠിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതായ ഒരു ദൈവദാസൻ എന്നോട് മീറ്റിംഗ് ചോദിച്ചു. ആമേൻ. പല പ്രാവശ്യം മീറ്റിംഗ് ചോദിച്ചു. അവസാനം ഞാൻ അദ്ദേഹത്തിന്റെ വാട്സപ്പ് ശ്രദ്ധിച്ചപ്പോൾ അപ്പോസ്തോലൻ എന്ന പദം മുമ്പിൽ ചേർത്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾ അപ്പോസ്തോലനാണ്? അപ്പോൾ ഞങ്ങൾ ഇത്ര വർഷം മുമ്പ് ഞങ്ങളെല്ലാവരും ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇത്ര പേര് മാറിയതാണ്, രാമേ സ്തോത്രം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച, സഹോദരൻ, നിങ്ങൾ അപ്പോസ്തോലനാണ്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു, ഞാനത് ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടി, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഗുമ്മിന് വേണ്ടി അപ്പോസ്തലൻ ഇട്ടാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇവിടെ മീറ്റിംഗ് കൊടുത്ത് എപ്പോഴാണെന്നറിയാമോ? അദ്ദേഹം ഞാൻ പിന്നെ അദ്ദേഹത്തോട് കുറെ നേരം വചനം സംസാരിച്ചു. ദൈവത്തിനൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ വായി ഞാൻ മാറ്റാമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ വായി അദ്ദേഹം പറഞ്ഞു, ഞാനതിപ്പോൾ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല. അത് ഇപ്പോൾ ഉപയോഗിക്കുന്ന എനിക്കറിയില്ല. ഇവിടെ ഗസ്റ്റ് ഹൗസായിട്ട് വന്നിച്ച് പോയാണ്. ആമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ മനുഷ്യൻ, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, ഒരു പക്ഷെങ്കിൽ അദ്ദേഹം അത് കേൾപ്പാൻ അറിയാനൊന്നും ഇടയാകണ്ട. എന്നാൽ ഈ മനുഷ്യൻ ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നത് പോലെ ഗുമ്മ് കിട്ടാൻ വേണ്ടി പേരിന് മുമ്പിൽ അപ്പോസ്തലൻ ചേർക്കുന്ന ഒരു വലിയൊരു ഫാഷനായിട്ട് മാറിയിരിക്കുക. ശരിക്കും അപ്പോസ്തലിക ശുശ്രൂഷയെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം. ആരാണ് അപ്പോസ്തലൻ? ആ സമയമുണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച എടുക്കും. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വേണം പോകാൻ. കാണുന്നവരെല്ലാം അപ്പോസ്തലനാ, പ്രവാചകനാ എന്ന് പറഞ്ഞ് ചാടിക്കയറി ചെല്ലരുത്. ദൈവങ്ങൾ വിവേചിക്കണം, ആത്മാവ് വിവേചിക്കണം. എന്താണ് ശുശ്രൂഷ എന്ന് മനസ്സിലാക്കണം. സഭയിൽ എത്ര ശുശ്രൂഷയുണ്ട്, അത് നിങ്ങളുടെ മേലുണ്ടോ, നിങ്ങളുടെ മേലുള്ള കോളിംഗ് എന്താണ്, അതിനൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വേണം പോകാൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് മാറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹം മാറ്റി. അതിനുശേഷമായിട്ട് പിന്നെ ഞാൻ അദ്ദേഹത്തിന് മീറ്റിംഗ് സഭയിൽ കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്ന് ഈ പുൽപ്പിറ്റ് ശുശ്രൂഷിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ, യേശു കർത്താവിന്റെ ഐഹിക ജീവകാലത്ത് കർത്താവ് 12 ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു എന്നാണ് കാണുന്നത്. അപ്പോസ്തലന്മാരെ എന്ന വാക്കിന്റെ, അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥമുള്ളത്. അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഈ 12 പേരെ തിരഞ്ഞെടുപ്പോൾ മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം എടുത്ത്, മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും മതി. അവനൊരു 12 പേരെ നിയമിച്ചു എന്ന് കാണുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്, ആമേൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു, ഭൂലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. വാക്യം എന്ന് വെച്ച്, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ നിങ്ങളെ അയക്കുന്നു ഇല്ലേ? ഈ 2 വാക്കുകളിൽ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു തുടങ്ങിയപ്പോൾ അവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇന്ന് ഈ ഗൾഫിലോ അമേരിക്കയിലോ ഒക്കെ വരുന്നവര്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ അടച്ചാക്ഷേപിക്കുമല്ല, പക്ഷേ ആത്മാക്കളെ കുറിച്ച്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ആത്മഭാരത്തോടാണ് ആരെങ്കിലും ഇവിടെ വരുന്നത്? മക്കളെ, ആരെ അടച്ചാക്ഷേപിക്കും ഞാൻ ഒരിക്കലും പുൾപിറ്റ് ഞാൻ എടുക്കാറില്ല. പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി പോകണം.
ആത്മഭാരത്തോട് നശിച്ചയോ കർത്താവേ, ഖത്തറിൽ കുറെ പേര് നശിച്ചു കിടക്കുന്നല്ലോ. ആ നശിച്ചവരുടെ ഇടയിൽ നിന്നൊരു വീണ്ടെടുപ്പ് അവർക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി. അങ്ങനെയാണോ ഇവിടെ വരുന്നേ? ഒന്നും അല്ലെന്നേ. ഞാൻ ശുശ്രൂഷനായതുകൊണ്ട് പറയാം, എന്തോ ഒരു കോളുകൾ അവിടെ വരുന്നത്. അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം നൽകിക്കൊണ്ട് എന്റെ പാപത്തിൽ നിന്നെ വീണ്ടെടുക്കുവാൻ ഒരു രക്ഷിതാവ് ഭൂമിയിലുണ്ട്. സ്വർഗത്തിലെ ദൈവം നൽകിയ ആ ഏക രക്ഷകനായ യേശുക്രിസ്തു വിശ്വസിക്കാൻ ഇടയാകുന്നെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പോയി പറയാൻ വേണ്ടിയാ. എന്നാൽ ഇന്ന് ആമ വളരെ സുഖകരമായ അന്തരീക്ഷത്തിലിരുന്നും AC ഹാളിലിരുന്നും ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിൽ പോയി അവരുടെ മുമ്പിൽ നിന്നും ആമ ശുശ്രൂഷിക്കുന്നവർ പറഞ്ഞ് ഞങ്ങളെ അയച്ചത് അവർ അയക്കപ്പെട്ടവരുടെ അർത്ഥമുള്ള അപ്പോസ്തലന്മാരെന്നാണ് പേരെടുക്കുന്നത്. മക്കളെ, കുറെ നാൾ മുമ്പ് വരെ ബ്രദർ എന്ന് പേരിട്ട് വെച്ചുകൊണ്ടിരുന്നവര് ഇപ്പൊ അപ്പോസ്തലൻ എന്ന പേര് വെച്ചായിരിക്കുന്നത്, ഇല്ലേ? പരസ്യമായിട്ട് നിന്ന് പറയും, ഞാൻ അപ്പോസ്തലൻ, എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറയും, ഇല്ലേ? ഹലോ, നിങ്ങൾക്ക് വചനം പറഞ്ഞ് കേൾക്കുമ്പോൾ പേടിയുണ്ടോ? എനിക്കൊട്ടും പേടിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ദൈവത്തെ പേടിക്കുന്നുള്ളൂ. നിങ്ങൾ സ്തോത്രം പറയാൻ പേടിക്കണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിലുള്ള എന്റെ ദൈവനെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ജനം, അവർ തിരുവചനം പഠിച്ച വചനത്തിനകത്ത് തികവുള്ളവരായി മാറുമ്പോഴാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് അപ്പോസ്തലൻ എന്നുള്ളത്. ദൂരവ്യാപകമായ അർത്ഥത്തിൽ ആ അപ്പോസ്തലിക ശുശ്രൂഷ എനിക്കും നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആ അപ്പോസ്തലിക ശുശ്രൂഷ നമ്മൾ എല്ലാവർക്കുമുണ്ട്. വായിക്കാം. ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 5, 6, 5-ാമത്തെയും 6-ാമത്തെയും വാക്യത്തോട് ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, തന്റെ മേലുള്ള അഭിഷേകം, തന്റെ മേലുള്ള നിയോഗം, തന്റെ മേലുള്ള അപ്പോസ്തലത്വം എന്താണെന്നും നമ്മുടെ മേലുള്ളത് എന്താണെന്നും പറയുകയാണ്. വായിക്കാമല്ലോ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോട് നിർണയിക്കപ്പെടുകയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഞങ്ങൾ അവന്റെ നാമത്തിൽ കൃപയും അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. കൃപയും അപ്പോസ്തലത്വം പൗലോസിന് ലഭിച്ച അപ്പോസ്തലിക ശുശ്രൂഷ എവിടെ നിന്ന്? ആമേൻ. ദൈവത്തിൽ നിന്ന്. അതിന് അടുത്ത പദം വായിക്കാം. അടുത്ത വാക്യം, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ആ കൃപയും അപ്പോസ്തലത്വം ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുമുണ്ട്. അത് പൊതുവിൽ പറയുക. പ്രൈസ് ദി ലോർഡ്. അത് പൊതുവിൽ പറയുക. എന്നാൽ നമുക്കറിയാം വിശ്വാസത്തിന്റെ വരം എന്നൊരു വരമുണ്ട്, ഇല്ലേ? ഒന്ന് വരുന്ന നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു, വിശ്വാസത്തിന്റെ വരം എന്നൊരു വരം. നമ്മളെല്ലാം വിശ്വാസികളല്ലേ? നമ്മളെല്ലാം വിശ്വാസികളല്ലേ? ആണ്. പിന്നെ വിശ്വാസത്തിന്റെ വരം എന്ന് പറയാൻ കാര്യം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. അതേ ആത്മാവിനാൽ വിശ്വാസം, ശാന്തിയുടെ വരം. കൊണ്ടേ വിശ്വാസത്തിന്റെ വരം വേറൊരുവന്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിട്ടല്ലയോ നമ്മൾ സഭയോട് ചേർന്നത്, അല്ലേ? നമ്മളെല്ലാവരും വിശ്വാസികളല്ലേ? എല്ലാവരും വിശ്വാസികൾ. പക്ഷെ ഇവിടെ പറയുകയാണ് വേറൊരുവന് വിശ്വാസത്തിന്റെ വരം. എന്താ അങ്ങനെ പറയാൻ കാര്യം? ചില ശുശ്രൂഷകൾ നിർവഹിക്കണമെങ്കിൽ
ആഴത്തിലൊരു വിശ്വാസം നമ്മളുണ്ടാകണം. ആ വിശ്വാസമില്ലാത്തവർ പുറകോട്ട് മാറി നിൽക്കുമ്പോൾ വിശ്വാസമുള്ളവർ വന്നിട്ട് പറയും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണമെന്ന് പറയും. അതങ്ങനെ സംഭവിക്കും. എന്താ കാര്യം? വിശ്വാസത്തിന്റെ വരം. വിശ്വാസത്തിന്റെ വരമാണ്. നമ്മളെല്ലാവരും വിശ്വസിച്ച് വിശ്വസിച്ചിട്ടല്ലയോ രക്ഷിക്കപ്പെട്ടത്. ഇവിടെ മക്കളെ കുഞ്ഞിരിക്കുക, മക്കളെല്ലാം എന്നെ നോക്കിയേ. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ആമൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെടാനിടയായി തീർന്നു അല്ലേ? അപ്പൊ സഭയ്ക്കകത്ത് കയറി വന്നവരെല്ലാം ആരാ? വിശ്വാസികളാണ്, വിശ്വസിച്ച് വന്നവരാണ്. പക്ഷെ ഇവിടെ പറയുകയാണ് വിശ്വാസത്തിന്റെ വരം, വേറൊരുവന് വിശ്വാസത്തിന്റെ വരം. അപ്പോ ആദ്യം പറഞ്ഞ വിശ്വാസത്തിന്റെ വരം എന്ന തലത്തിൽ നിന്നും വാമൻ ആദ്യം പറഞ്ഞ വിശ്വാസം എന്ന തലത്തിൽ നിന്നും വിശ്വാസത്തിന്റെ വരമെന്ന ഒരു പ്രത്യേകമായ ഗിഫ്റ്റ് അവിടെ ദൈവം കൊടുക്കുകയാണ്. ആമേൻ. രണ്ട് വ്യത്യാസം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ടാണ് അവൻ കർത്താവിനെ സ്വീകരിച്ചത്. കർത്താവായ യേശുവിനെ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. അപ്പൊ നമ്മൾ വിശ്വസിച്ചിട്ടാണ് അവൻ സ്തോത്രം. എന്നാൽ ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നും അടുത്ത ഒരു തലം, അത് വിശ്വാസത്തിന്റെ വരമെന്ന തലം. അതുണ്ടെങ്കിലേ അവൻ സ്തോത്രം അവൻ വളരെ വിജയപ്രദമായി ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്തുണ്ട്? കൃപയും അപ്പോസ്തലത്വമുണ്ട്. ഇത് പൊതുവിലുള്ളൊരു കോളിംഗ് ആണ്. ഇത് ജനറലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കോളിംഗ് ആണ്. എന്നാൽ ഇതിനകത്തുനിന്ന് ദൈവം ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചിരിക്കും. അപ്പൊ സഭയ്ക്കകത്ത് വന്ന രക്ഷിക്കപ്പെട്ട വീണ്ടും ജനം പ്രാപിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കൃപയും അപ്പോസ്തലത്വം പ്രാപിച്ചു. എന്നാൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചിരിക്കുന്നു എന്നാ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ശുശ്രൂഷയുടെ പദവി അലങ്കരിക്കുവാൻ ഇടയാകണമെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും. നിർത്തി പോണേ. ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിയണേ. ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ സഭ സ്ഥാപിക്കും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അനേകരെ രക്ഷയിലേക്ക് വഴി നടത്തും. എല്ലാം അവർ ചെയ്യും. ആമേൻ. ശുശ്രൂഷകൾ, കൃപാവരങ്ങളുടെ ജ്വലനം, ഓപ്പറേഷൻ ഒക്കെ അതിനകത്ത് നടക്കും. അപ്പോൾ നമുക്കും ആഗ്രഹമുണ്ട്, ദൈവമേ എന്നെ ഒരു അപ്പോസ്തലനാക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഈ സഭയെ കാണുമായിരിക്കും. എന്നെ ഒരു അപ്പോസ്തലനാക്കണം, അപ്പോസ്തലനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവര്, എന്താണ് അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു ഏകദേശം എനിക്കൊന്ന് 11 വർഷം മുമ്പ് സഹോദരൻ വിമലിന്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു ബൈബിൾ ക്ലാസ്സിൽ ഈ ഭാഗം ഒന്ന് എടുത്ത്, എനിക്ക് തോന്നുന്നു തുടർമാനമായി 3-4 ആഴ്ച ഒരുമിച്ച് ഇത് എടുത്തു പോകാൻ ഇടയായി തന്നൊരു ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അന്ന് സംബന്ധിച്ചവരിൽ വളരെ ഭൂരിപക്ഷം ആളുകൾ, ഇന്നുള്ളവരിൽ വളരെ ഭൂരിപക്ഷം ആളുകൾ അന്നില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി പോകണം കാലഘട്ടത്തിനനുസരിച്ച് എന്താണ് അപ്പോസ്തലിക ശുശ്രൂഷ. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ 2 കൊരിന്ത്യർ 12 അതിന്റെ 12-ാമത്തെ വാക്യം. അപ്പോസ്തലന്റെ ലക്ഷണങ്ങളോ പൂർണ്ണ സഹിഷ്ണുതയിലും. പൂർണ്ണ സഹിഷ്ണുത. ആമേൻ. കർത്താവിന്റെ വേല നിമിത്തം ആമേൻ പൂർണ്ണ സഹിഷ്ണുത. മോശ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നമുക്കറിയാം ഇല്ലേ? ക്ഷിപ്രകോപി ഒറ്റ അടിക്ക ഒരു ഈജിപ്ഷ്യനെ അടിച്ചു കൊന്നത്. പക്ഷെ ഈ മനുഷ്യനെ കർത്താവ് എന്ത് വിളിച്ച്? ഭൂലോകത്തിലെങ്ങുമുള്ള സകല മനുഷ്യരും സൗമ്യനായ മനുഷ്യൻ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും ഇവന്റെ കോപത്തെ പോലെ വലിയൊരു കോപമുള്ള മനുഷ്യൻ വേറെ ഉണ്ടോ ചോദിക്കും. പക്ഷെ കർത്താവ് അതല്ല കണ്ടത്.
തൻ്റെ പെങ്ങളും തൻ്റെ സഹോദരനും ക്രൂശിയ സ്ത്രീയാകുന്ന മോശയുടെ ഭാര്യ നിമിത്തം മോശയോട് കലഹിച്ചു നിന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ഒരു വാക്കുപോലും ഉത്തരം പറയാതെ ആമൻ ഹല്ലേലൂയ നിന്നതായ ഒരു മോശയെ നമ്മൾ കാണുകയാണ്. മക്കളെ, ആമൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങളും പൂർണ്ണ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ കർത്താവിന്റെ വേല നിമിത്തം, ദൈവവേല നിമിത്തം സഹിഷ്ണുതയോട് വേല ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാണ് അപ്പോസ്തലന്മാർ. ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് AC കാറ്, അവൻ ഒരു 18 ലക്ഷം രൂപ 28 ലക്ഷം രൂപ കാറൊക്കെ വേണമെന്ന് പരസ്യമായി പറയും, ഹെലികോപ്റ്റർ വേണമെന്ന് പറയും. ഉപയോഗിച്ചോട്ടെ നല്ലതാ. എന്നാൽ ആദ്യമേ അപ്പോസ്തലന്മാർ ആരും തന്നെ സുഖലോലുപതയിൽ കഴിഞ്ഞവരല്ല, സഹിഷ്ണുതയുടെ മുമ്പിൽ ജീവിച്ചവരാ. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് അവരെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ അറിയുന്നവൻ വിളിച്ചു പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നമ്മിൽ തികഞ്ഞവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചോളട്ടെ. അവൻ ആ തിരിച്ചറിവ് പ്രാപിച്ചപ്പോൾ പൗലോസ് വിളിച്ചു പറയുകയാണ്, ഫിലിപ്പി ലേഖനം, പ്രൈസ് ദി ലോർഡ്, സകലത ക്രിസ്തു നിമിത്തം ചവറെന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഹിഷ്ണുത, മക്കളുടെ ശുശ്രൂഷ നിമിത്തം സഹിഷ്ണുതയുടെ അനുഭവം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. നമ്മളിന്ന് കാണുന്ന ശുശ്രൂഷകര്, ആധുനിക അപ്പോസ്തലന്മാര്, അവരുടെ ജീവിതത്തിൽ ഇതുണ്ടോ നിങ്ങൾ ഒന്ന് ശോധന ചെയ്യണം. മക്കളെ, ഞാനൊരു കാര്യം പറയാം. സഹിഷ്ണുത അപ്പോസ്തലന്റെ ഒന്നാമത്തെ ലക്ഷണമാ. അടുത്തത് വായിച്ചേ. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഏതെങ്കിലും ഒന്നുണ്ട്, ഒന്നില്ലാതെ വരുമോ? ദൈവം ചെയ്തതാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവാണ് ഇടപെടുന്നതെങ്കിൽ എല്ലാത്തിനും തികവുള്ളത്. അടയാളങ്ങളും അത്ഭുതങ്ങളും അത് മാത്രം നോക്കി നമുക്ക് ഒരാൾ അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മോശ പോയി ഫറവോന്റെ മുമ്പിൽ നിന്നപ്പോൾ ഫറവോന്റെ മുമ്പിലുണ്ടായിരുന്ന ആമൻ ഹല്ലേലൂയ സ്തോത്രം, ആമൻ അവിടെ ഉണ്ടായിരുന്ന ചില മാജിക്കുകാര്, അന്യദൈവ സേവക്കാര്, അവരും ചെയ്തില്ലേ? ചെയ്തോ ഇല്ലയോ? കാണുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം കണ്ട് നമ്മൾ അതാണ് ശരിക്കും ഈ ശുശ്രൂഷയിൽ നിന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ധന്യനായ പൗലോസ് പറഞ്ഞ പദപ്രയോഗമുണ്ട്. അധർമ്മമൂർത്തി വെളിപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആമൻ വ്യാജ പ്രവചനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമെന്ന് വ്യാജാത്മാവിൽ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വ്യാജാത്മാവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ അധർമ്മമൂർത്തിയുടെ ആത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതൊരു അപ്പോസ്തോലിക കോളിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോസ്തോലിക കോളിംഗ് ആണെങ്കിൽ ആ അപ്പോസ്തോലന്റെ ജീവിതത്തിൽ വചനം സംബന്ധിച്ച്, സുവിശേഷവേല സംബന്ധിച്ച് സഹനത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഈ സ്വയം പേരെടുത്ത അപ്പോസ്തലന്മാരൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സഹനത്തിന്റെ ആത്മാവ് ആരിൽ വ്യാപരിക്കുന്നുണ്ട്? സ്വയം അപ്പോസ്തലന് പേര് വെച്ചവരെ. ഇനി ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം പറയാമോ? 12 അപ്പോസ്തലന്മാർ, ആമൻ ഇസ്കരിയാത്ത യൂദാവിന് പകരമായി മത്യാസിന് ചീട്ടിട്ടെടുത്തു. ഈ 12 അപ്പോസ്തലന്മാരുടെ മരണം നിങ്ങൾക്കറിയാമോ? പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു കൊന്നു. ആദ്യം കൊന്നത് യാക്കോബിനെ തലവെട്ടി ശിരച്ഛേദം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 12 2 വാക്യം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു കൊന്നു. തുടർന്ന് അന്ത്രയോസിനെ അവൻ സ്തോത്രം അവൻ എക്സ് ആകൃതിയിൽ കുരിശുണ്ടാക്കി ആ കുരിശിൽ തറച്ച് കൊല്ലുകയായിരുന്നു.
പ്രിയപ്പെട്ടവരെ, അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ എല്ലാം അന്ത്യം ശിരച്ഛേദം ചെയ്യപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ആയിരുന്നു. അവൻ അതിൽ സ്വാഭാവിക മരണം സംഭവിച്ചത് യോഹന്നാൻ അപ്പോസ്തലന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേല നിമിത്തം കഷ്ടം സഹിക്കാൻ കഴിയാത്തവർ ഈ ശുശ്രൂഷകന്മാർക്ക് യോഗ്യരല്ല. ഇന്ന് പകൽക്കാലം എനിക്കൊരു അപ്പോസ്തലനാകണം, എനിക്കൊരു അപ്പോസ്തലിക ശുശ്രൂഷ വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വേലയ്ക്കകത്ത് ഒത്തിരി വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായോ? പത്രോസിനെ പോലെ തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ, അവൻ യാക്കോബിനെ പോലെ തല വെട്ടിക്കളഞ്ഞാലും അവിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ, അന്ത്രയോസിനെ പോലെ, അവൻ ഓരോരോ അഭിഷക്തന്മാരെ പോലെ ശുശ്രൂഷകർ, അവൻ ഹല്ലേലൂയ അന്ത്യം ദൈവമാണ് നിശ്ചയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതിന് സമർപ്പണമുള്ളവരായി, ആമേൻ, സമർപ്പണമുള്ളവരായി ദൈവമുൻപാകെ നിൽപ്പാൻ നമ്മുടെ ദൈവത്തിൻ്റെ ഇതൊന്നുമില്ലാതെ ഞാൻ അപ്പോസ്തലനാ എന്ന് പറയുമ്പോൾ മക്കളെ, വയറ്റിപ്പിഴപ്പൻ്റെ മാർഗം മാത്രമാണ്. വളരെ പച്ചയ്ക്ക് പറയുക, ഞാൻ ആരുടെ പേരെടുത്ത് പറയല്ല. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം, നിങ്ങളുടെ മേലുള്ള കോളിംഗ് തിരിച്ചറിയണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വിളി എന്താണ്, വിളിയുടെ പറയുന്ന ഉദ്ദേശം എന്താണ്? തന്നോടുകൂടി ഇരിക്കണം. അവൻ ഹല്ലേലൂയ വചനം പ്രസ്താവിക്കണം. ദൈവത്തിൽ നിന്ന് കേട്ടത് വേണം പോയി പറയാൻ, കേട്ടത് പോയി, അങ്ങനല്ലേ പറഞ്ഞ മർക്കോസ് 3:14 തന്നോടുകൂടി ഇരിക്കുവാൻ, പ്രസംഗിക്കേണ്ടത് അയക്കുവാൻ. അപ്പം ഇരുന്ന് കേട്ട്, ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് കേട്ട് പഠിച്ചത് വേണം. പ്രൈസ് ഗുരുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാൻ സാധിക്കാതെ പ്രൈസോട് രാജ്യങ്ങൾ ഓടി നടക്കുന്ന പുതിയ അഭിനവ അപ്പോസ്തലന്മാരെ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ഇരിക്കുവാൻ ഒരു നല്ല മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ സഹനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് ജനം ഓടിക്കൂടുമ്പോൾ സ്വർഗം നമ്മളെ വിലയിരുത്തട്ടെ, ഞാനൊരു യഥാർത്ഥ അപ്പോസ്തലനാണെന്ന്. നിങ്ങളെ ദൈവം വിലയിരുത്തട്ടെ. നിങ്ങൾ ദൈവദിനം അനുസരിച്ച് നിങ്ങൾ ശുശ്രൂഷകളെ വേർതിരിക്കണം. ദിവസം പറയുന്ന ശുശ്രൂഷകൾ ആ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് അപ്പോസ്തലിക ശുശ്രൂഷ. കണ്ടടയ്ക്കാം. കർത്താവിന്റെ താമസം അടുത്ത ആഴ്ചകളിൽ ബാക്കി ശുശ്രൂഷകളെ കുറിച്ച് പറയും. അവൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കുക. കേട്ട വചനത്തെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാം.